അങ്ങനെയുള്ള ഇപ്പം ഏറ്റവും വലിയ പ്രശ്നം ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞെന്താ 2024 ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞത് ഇല്ലീഗൽ ഇമിഗ്രേഷൻ ആയിരുന്നു. അതിൻ്റെ ഏറ്റവും നല്ല കോമഡി ആയിട്ട് ലോകത്ത് സംസാരിക്കപ്പെടുന്നത് നമ്മളുടെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് കാനഡ ആൻഡ് US പോകുന്ന ആൾക്കാരുടെ സ്റ്റോറിയാണ്. Oh yes, the Okay. donkey route. അത് തന്നെ Donkey route. Yes. കഴുത റൂട്ട്, ഡോങ്കി റൂട്ട്. I have one story to share on that. ഒരു ദിവസം എനിക്കിപ്പം ബ്രസീലിൽ എനിക്ക് നല്ലൊരു ഒരു ഡോക്ടറുണ്ട്. ഷീ ഈസ് എ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. ലോങ് ടൈമായിട്ട് അറിയുന്നത്. പെട്ടെന്ന് ഒരു ദിവസം ഐ ഗോട്ട് ദിസ് കോൾ ഫ്രം ഹർ. വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു. പിന്നെ ഐ വോണ്ട് ടു ടോക്ക് ടു യു. കോൾ ചെയ്തപ്പം പറഞ്ഞ് ഒരു ഇന്ത്യക്കാരൻ വന്നിട്ടുണ്ട്, ആളിന് ഇംഗ്ലീഷ് അറിയത്തില്ല, സോ ക്യാൻ യു ടോക്ക് ടു ഹിം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ. ഞാൻ പെട്ടെന്ന് സർപ്രൈസ് ആയിപ്പോയി. അപ്പം ആളിന് കഫ്സ് ഒക്കെ ഇട്ട് ഇമിഗ്രേഷൻ എങ്ങാണ്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. ആളുടെ എന്തോ പാസ് ആൾ. അപ്പം സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ ഞാൻ സംസാരിച്ചു ഹിന്ദിയിൽ. അവൻ ഹിന്ദി അറിയത്തില്ല. പഞ്ചാബ് എന്ന് വന്നു. ബ്രസീൽ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു ഡങ്കി റൂട്ട് ഉണ്ട്. വാട്ട് ദേ ഡു ഇസ്, നമ്മുടെ ഇപ്പൊ ഇന്ത്യ എന്ന് കയറി മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ ഈസ്റ്റ് ആഫ്രിക്ക എവിടെയെങ്കിലും കയറി അവിടുന്ന് നൈറോബി കറക്റ്റ് നൈറോബി പോയിട്ട് അവിടുന്ന് ബ്രസീൽ വന്ന് ബ്രസീലിൽ നിന്ന് മെക്സിക്കോ പോയി മെക്സിക്കോ വഴി ബൈ റോഡ് ബൈ വാക്കിംഗ് ദി ക്രോസ്. ദാറ്റ്സ് കോൾഡ് ദ ഡങ്കി റൂട്ട്. അപ്പം ഇവന്റെ അടുത്ത് കുറച്ച് സംസാരിച്ചു. ഇവന് ഒരു പൊട്ടനെ പോലെ അഭിനയിക്കുന്നു. എനിക്കറിയത്തില്ല, ഞാൻ ഇവിടെ പെട്ടെന്ന് ഞാൻ എത്തി. എൻ്റെ കൂടെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, അവനെ കാണാനില്ല. ഞാൻ പറഞ്ഞു നീ കൂടുതൽ ഡയലോഗ് അടിക്കൽ. ഞാൻ ഹിന്ദിയിൽ അവരുടെ കുറെ കൊടുത്തു. ഞാൻ പറഞ്ഞു ഈ കിടന്ന് കാണിച്ച് തോന്നിയ ദിവസം കാരണം നമ്മളെ പോലുള്ളവർക്കാണ് എഫക്റ്റ് ആകുന്നത്. നീ സത്യം പറ, എന്തുവാണെന്ന് പറയും. കുറെ പൊട്ടങ്ങൾ. ഞാൻ പറഞ്ഞു നീ കൂടുതൽ കളിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഉടനെ വല്ല ഇവിടെ ഇന്ത്യൻ ഗവൺമെന്റിലെ മിനിസ്ട്രിയിൽ ഞാൻ വിളിച്ചു പറയുന്നത് നിന്റെ ഡീറ്റെയിൽസ് ഇല്ല, പാസ്പോർട്ട് ആണ് ഇപ്പം കൊടുക്കുന്നത്. പതുക്കെ ഹിന്ദിയിൽ പറഞ്ഞു സാറേ ഒന്നും പറയല്ല, എനിക്ക് എങ്ങനെയെങ്കിൽ അമേരിക്കയിൽ അങ്ങ് എത്തിയാൽ മതി, എനിക്കത്. എന്നിട്ട് ഇവിടെ കൈ ടാറ്റു ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ടാറ്റുവിൻ്റെ ഫോട്ടോ ഒക്കെ ഈ പുള്ളിക്കാരി എന്നെ അയച്ചു. എന്നിട്ട് പുള്ളിക്കാരി എന്താ പറഞ്ഞാൽ ഇവിടെ ബ്രസീലിലൊക്കെ ഓരോ ഗാങ്സിന് ഓരോ ടാറ്റൂസ് ആണ്. ബ്രസീലിയൻസ് പെട്ടെന്ന് ചോദിച്ചു ഏതോ വലിയ ഗാങ് ഗ്രൂപ്പ് ആണെന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇത് ചുമ്മാ ഏതൊരു പൊട്ട എന്തോ ഒരു ഡോളർ ഒരു വലിയ ബാഗ്, കുറെ ഡോളേഴ്സ് ഇങ്ങനെ ഒഴുകുന്നു. ഇതാണ് അവന്റെ ഡ്രീം. US പോവാൻ കുറെ ഡോളർ ഉണ്ടാക്കുക, അതെപ്പോഴും കണ്ടുകൊണ്ട് അവൻ ഇങ്ങനെ ഇരിക്കണം, ആ ഒരു ഡ്രീം. ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ സംഭവം. എന്നിട്ട് അവസാനം ഇവനെ ഇഞ്ചക്ഷൻ കൊടുത്ത് ഇവൻ എങ്ങനെയെങ്കിലും കൂളാക്കണം. ഇവനങ്ങ് പെരല് പിടിക്കുക. ഞാൻ എന്നിട്ട് അവരോട് പറഞ്ഞ് അവര് നിനക്കൊരു ഇഞ്ചക്ഷൻ തരും, നിന്നെ ഒത്തിരി ഒന്ന് കാമാക്കാനായിട്ട്. ഈ മര്യാദയ്ക്ക് അവർ പിന്നെ നിന്റെ കഫ്സ് ഊരാനായിട്ട് ഞാൻ പറയാം, നീ പാസ്പോർട്ടൊക്കെ എടുത്ത് കൊടുത്ത് മര്യാദയ്ക്ക് നീ എയർപോർട്ടിൽ പോ, എന്നിട്ട് യു ഗോ ബാക്ക്. അല്ലെങ്കിൽ അവരെടുത്ത് വേറെ എല്ലാം ഇഷ്യൂ ആവുമെന്ന് പറഞ്ഞ് ഒരു വിധം ഞാൻ പറഞ്ഞു മനസ്സിലായി. ഇത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്. എൻ്റെ ഇപ്പോഴും കോളും ആ ചാറ്റും ഉണ്ട്. ഞാൻ എപ്പോഴത് ആലോചിക്കും. ഇങ്ങനെയൊക്കെ പല ആളുകൾ ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ഇറ്റ് ഇസ് എഫക്റ്റിംഗ് അവർ നെയിം ഓൾസോ.